തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ലഭിക്കുന്ന ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല, വെറുതെ കളയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. വിജയുമായി അടുക്കുവാനും തങ്ങളുടെ സഖ്യത്തിന്റെ ഭാഗമാക്കുവാനും അനവധി വട്ടം ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല. പക്ഷേ ഇപ്പോൾ വിജയതീരത്തോട് അടുക്കുന്നു എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ മുഖമില്ലാതെ അലയുന്ന വിജയുടെ പാർട്ടിയായ TVKയിലേക്ക് 50 വർഷത്തെ പ്രവൃത്തി പരിചയം മന്ത്രിയായും MLA ആയും ഒക്കെ ADMKയുടെ തിളങ്ങുന്ന മുഖവുമായി നിന്ന് സെങ്കോട്ടയ്യൻ എന്ന് പറയുന്ന ഒരു നേതാവ് TVK പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തു. വിജയ് അടക്കം വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ഈ പാർട്ടിയിലേക്ക് നൽകിയത്. എന്നാൽ ഈ പറയുന്ന സെങ്കോട്ടയ്യൻ അമിത്ഷായെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് വിജയുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. BJPയുടെ സ്ലീപ്പർ സെല്ലിന്റെ മുഖമാണ് സെങ്കോട്ടയ്യൻ, അമിത്ഷായുടെ ഏജന്റ് ആണ് എന്നാണ് ഇപ്പോൾ DMK ആരോപിച്ചിരിക്കുന്നത്. അമിത്ഷാ എപ്പോൾ വിളിച്ചാലും ദില്ലിയിലേക്ക് പറന്നെത്തുന്ന തമിഴ്നാട്ടിലെ ഒരു നേതാവ് കൂടിയാണ് ഈ സെങ്കോട്ടയ്യൻ എന്ന് ഇദ്ദേഹം ദില്ലിയിൽ പോയി അമിത്ഷായെ കണ്ട തീയതികൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ DMK വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. DMK പറയുന്നത് BJPയുമായി ഈ വിജയെ അടുപ്പിക്കുക എന്നുള്ളതാണ് സെങ്കോട്ടയ്യന്റെ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യം പരാജയപ്പെട്ടാൽ വിജയെ പൂർണ്ണമായി തകർത്തെറിയാനുള്ള കരുത്തും BJPക്ക് ഉണ്ട് എന്നുള്ളതാണ് DMK പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ സെങ്കോട്ടയ്യൻ വിജയുടെ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തതിന് തൊട്ടു മുമ്പ് TTV ദിനകരൻ, O പനീർശെൽവം, VK ശശികല തുടങ്ങിയവരെ കാണുകയും അവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വിജയുടെ പാർട്ടിയിലേക്ക് എത്തിയത്. അതായത് BJPയുടെ അടുത്ത പ്ലാൻ എന്തെന്ന് ചോദിച്ചാൽ പളനിസ്വാമിയുമായി ഏതെങ്കിലും തരത്തിൽ സീറ്റ് ധാരണയുടെ മറ്റോ പേരിൽ തെറ്റിപ്പിരിയുകയാണെങ്കിൽ TTV ദിനകരനും VK ശശികലയും അടങ്ങുന്ന ആ ഒരു പാർട്ടിയോടൊപ്പവും O പനീർശെൽവത്തിന്റെ ADMKയോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു മുന്നണി, ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കുക. ഇതിന്റെ സാധ്യതകളാണ് ഇപ്പോൾ DMK പറയുന്നത്. DMK പറയുന്നത് നിലവിൽ ADMK ഒരു ചത്ത കുതിരയാണ്, ഇനി അതിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. BJP ആകട്ടെ ഇത്തരത്തിലുള്ള സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ എത്താനുള്ള വളഞ്ഞ വഴികളാണ് നോക്കുന്നത്. അതുകൊണ്ട് വിജയുടെ പാർട്ടിയെ തളർത്താനാണോ വളർത്താനാണോ ഇപ്പോൾ ഈ സെങ്കോട്ടയ്യൻ ഇതിൽ ജോയിൻ ചെയ്തത് എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെ DMK ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക്.